എല്ലാവർക്കും നമസ്കാരം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്നോട് ഒരുപാട് അമ്മമാര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ഏതാണ് നല്ല ഫോർമുല മിൽക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഫോർമുല മിൽക്കിന്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യം അങ്ങനെ ഒരു ടോപ്പിക് ആണെന്ന് ഞാൻ കരുതിയിട്ടില്ലത്. കാരണം ഇത് നമുക്ക് ശരിക്കും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, ആരും പറഞ്ഞു തരാണ്ട് തന്നെ. അപ്പം ഏതായാലും ഞാൻ ഓർത്ത് അറിയാത്ത കുഞ്ഞുങ്ങൾ ആരെങ്കിലും മീൻസ് അറിയാത്ത അമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അറിവിലോട്ടാണ് ഞാനത് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം എന്ത് വേണം? ഒരു ഫോർമുല മിൽക്ക് വേണം. കൂട്ടത്തില് ഫോർമുല മിൽക്ക് ഞാൻ എൻ്റെ മോൻ്റെ ഉപയോഗിച്ച ടിന്നുകളാണ് നിന്നെ കാണിച്ചത്. എൻ്റെ മോന് ഞാൻ ഉപയോഗിച്ചത് നാനാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ നമ്മുടെ ഒപ്റ്റി പ്രോയാണ് ശരിക്കും നമ്മൾ നാൻ ഒപ്റ്റി പ്രോ വാങ്ങേണ്ടത്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഫോർമുല മിൽക്ക് എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ഫോർമുല മിൽക്ക് എൻ്റെ മോന് ഞാൻ ഉപയോഗിച്ചിട്ട് വയറിനൊട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഇവിടുത്തെയാണ്. കാരണം അതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരാണ്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കാരണം അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പൊ നാൻ ഒപ്റ്റി പ്രോ, അതായത് നമുക്ക് വിത്ത് അയൺ, ഇത് കണ്ടോ ഇവിടെ കണ്ടോ, ഇത് വിത്ത് അയൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പം നമ്മുടെ ഡോക്ടർമാർ നമുക്ക് ഏതാ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വിത്ത് അയൺ ഉള്ളത് നമ്മൾ കൊടുക്കുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്ക് അയണിന്റെ അളവ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നമുക്ക് അധികമായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിത്ത് അയൺ ഉള്ളത് കൊടുക്കാം ഞാൻ പറഞ്ഞത്. ഇത് നാൻ 2 ആണ്. നാൻ 1 ഉണ്ട്, പ്രീ നാൻ ഉണ്ട്. നാന്റെ കാര്യത്തിൽ പ്രീ നാൻ ഉണ്ട്, അതായത് പ്രീമച്യൂർഡ് ആയിട്ടുള്ള ബേബീസിന് കൊടുക്കാനുള്ളതാണ് പ്രീ നാൻ എന്ന് പറയുന്നത്. പിന്നെ നാൻ 1 ഉണ്ട്. നാൻ 1 ഒപ്റ്റിപ്രോയാണ് വിത്ത് അയൺ എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം ബർത്ത് ടു 6 മന്ത് ആണ്. നമ്മുടെ ജനിക്കുമ്പോൾ തൊട്ട് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് നാൻ 1 എന്ന് പറയുന്നത്. നാൻ 2 ആണ് അടുത്തത്. നാൻ 2 എന്ന് പറയുന്നത് 6 to 12 മന്ത്, 6 മാസം തൊട്ട് 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് നാൻ 2 എന്ന് പറയുന്നത്. അപ്പം ഈ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് ടിന്നിലായിട്ടും കിട്ടും, പാക്കറ്റിലായി കിട്ടും. പാക്കറ്റ് വാങ്ങുന്നതിന് ഈ ടിന്നിനേക്കാളും കുറച്ച് വില കുറവുണ്ട്. അപ്പം പാക്കറ്റിലുള്ളത് വാങ്ങിയാലും നിർത്തി ഒരു കുഴപ്പമില്ല കേട്ടോ. പാക്കറ്റിലുള്ളത് നിങ്ങൾ വാങ്ങിയിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടച്ച ഉറപ്പുള്ള, അതായത് എയർ കയറൂലാന്ന് ഉറപ്പുള്ള ടിന്നിൽ നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പൊടി ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ആ കവർ അപ്പാടെ ആ ഒരു ടിന്നകത്തിട്ട് അടച്ചു വെച്ചാൽ മതി. കാരണം അതിനകത്ത് ഈ ഫോർമുലയ്ക്കകത്തൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എയർ കയറാൻ പാടില്ല, തണുപ്പടിക്കാൻ പാടില്ല. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നമുക്ക് പാക്കറ്റ് വാങ്ങി നിർത്തി, ഞാൻ ചില സമയത്ത് പാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ പാക്കറ്റ് വാങ്ങിയപ്പം ഞാൻ ഈ ടിന്നിന്റെ മിച്ചം ഉണ്ടായിരുന്ന ഈ ടിന്നുള്ളത് ഞാൻ ആ ടിന്നിനകത്തോട്ട് ഞാൻ ഇറക്കി വെക്കുക ചെയ്തത്. അപ്പോൾ ഒട്ടും എയറും കയറത്തില്ലല്ലോ. അപ്പൊ നമുക്ക് നാന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് ഫോർമുലേന്റെ കാര്യം എനിക്കിപ്പോൾ കാണിക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ വാങ്ങിയിട്ടും ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ കറക്റ്റ് ഇതിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നാൻ 1നെ കുറിച്ച് പറയാം, കാരണം അതാണല്ലോ മെയിനായിട്ട് എല്ലാവർക്കും വേണ്ടത്. അതായത് ജനിക്കുമ്പോൾ തൊട്ട് 6 മന്ത് വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിനകത്ത് ഇവര് അതായത് എത്ര വെച്ച് കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഒരു ടേബിൾ കണ്ടോ, ഈ ടേബിളിനകത്താണ് ഇത് എത്ര അളവിലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതായത് ഏജ് ഓഫ് ഇൻഫന്റ് എന്നുള്ളതിൽ 1st and 2nd വീക്സ്, അതായത് ആദ്യത്തെ 1ാമത്തെ ആഴ്ചയും 2ാമത്തെ ആഴ്ചയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് 90 ml വാട്ടർ ആണെങ്കിൽ, നമുക്ക് ഫീഡിംഗ് ബോട്ടിൽ ഉണ്ടല്ലോ, ഫീഡിംഗ് ബോട്ടിൽ 90 ml എന്നുള്ളത് എടുക്കാം. ഈ 90 ml വെള്ളത്തില്, അതായത് ലൂക്ക് വാം വാട്ടറെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ലൂക്ക് വാം വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കും. തിളപ്പിക്കാൻ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി, അതായത് ലൂക്ക് വാം ആയി നിങ്ങളുടെ ഇളം ചൂടായി എന്ന് കാണുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പ്രവണത നോർമലി ചില ആൾക്കാർ കാണിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. നമുക്ക് വേണ്ടുന്ന തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. അതായത് നന്നായി ബോയിൽ ചെയ്ത് ഇങ്ങനെയുള്ള വെള്ളം എന്ത് തിളക്കുക, വെട്ടിത്തിളക്കുക പറയില്ലേ, ഓക്കെ, വെട്ടിത്തിളയ്ക്കുന്ന പോലെയൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് അത് അവിടെ നിന്ന് തണുക്കണം. അതായത് ഇളം ചൂടാകുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്ലാസ്ക് വാങ്ങി വെക്കുക. ആ ഒരു ഫ്ലാസ്കിലോട്ട് നമ്മൾ ഒരു വലിയ ഫ്ലാസ്ക് ആണെങ്കിൽ ഫുള്ള് നമ്മൾ വെള്ളം എടുത്ത് വെക്കുക. ഒരു ദിവസത്തേക്കുള്ള ഫുള്ള് വെള്ളം മൊത്തം നമ്മൾ അതിനകത്തോട്ട് എടുത്ത് വെച്ച്, കാരണം വെള്ളം തണുക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ട് ഇരിക്കണ്ട. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് നമുക്ക് ഓരോ നേരത്തേക്ക് നമ്മൾ ഓരോ തവണ ആവശ്യാനുസരണമുള്ള വാട്ടർ എടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ 1ാമത്തെ ആഴ്ച 2ാമത്തെ ആഴ്ച ഈ പറയുന്ന കറക്റ്റ് അളവിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുള്ളൂ. അതിനുവേണ്ടിയാണ് ഇവർ കറക്റ്റ് ഇവിടെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. 90 ml വെള്ളത്തില് നമ്പർ ഓഫ് മെഷറിംഗ് സ്കൂപ്സ് എന്ന് പറയുന്നത് 3 ആണ്.
90 ml 3 സ്കൂപ്പ്. സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു സ്പൂണ്. ഈ സംഭവത്തിന്റെ കൂടെ കിട്ടിയ സ്പൂൺ ഇതാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതായത് 3 സ്കൂപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു 3 സ്പൂണാണ് നമ്മൾ എടുക്കാവുള്ളൂ. ഇത് ഫോർമുല അല്ല കേട്ടോ. ഇത് ഞാൻ ഓട്സ് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിപ്പോ എന്റെ അടുത്ത് വേറെ ഫോർമുല ഇല്ല, പൊടിയില്ല. അപ്പൊ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ എടുത്തേ ഉള്ളൂ. നമ്മൾ പൊടി എടുക്കുമ്പോൾ ഇത്രയും നിറച്ചിട്ട് എടുക്കരുത്, മനസ്സിലായോ? നമ്മൾ പൊടി എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പൂണിന്റെ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ തട്ടിക്കളഞ്ഞ് ഈ സ്പൂണിന്റെ ഈ ഒരു നിരപ്പിന് കണ്ടോ, ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ചേരും ഭാഗത്തിനെ നമ്മളുടെ പൊടി ഉണ്ടാകാവുള്ളൂ. അല്ലാതെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ വരെ. കറക്റ്റ് ഇതാണ് ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരൊറ്റ അതായത് 90 ml നമുക്ക് 3 സ്കൂപ്പാണ് വേണ്ടത്. അപ്പം ഇതിന്റെ ഈ അളവിന് 3 എടുക്കേണ്ടത്. ഒരു 1-2 ആഴ്ചയായി കുഞ്ഞിന് വേണ്ടത് ഇതിന്റെ 3 അളവ്. കറക്റ്റ് നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമുക്കിവിടെ 90 ml. ഇനി അതിനു മുമ്പ് ഫീഡിംഗ് ബോട്ടിലിനെ കുറിച്ച് ഒന്ന് പറയാം. ഫീഡിംഗ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ BPA ഫ്രീ ആയിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്യാൻ പാകത്തിനുള്ള ഫീഡിംഗ് ബോട്ടിലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുള്ളൂ. കണ്ണി കണ്ട ലോക്കൽ ഫീഡിംഗ് ബോട്ടിൽ ഒന്നും എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഏറ്റവും നല്ലത് ഗ്ലാസിന്റെ ഫീഡിംഗ് ബോട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഫിലിപ്സിന്റെ ഉണ്ട്, PGന്റെ ഉണ്ട്, മീമീന്റെ ഉണ്ട്. എന്റെ അറിവിൽ നല്ല അത്രേ ഉള്ളൂ കേട്ടോ. വേറെ കമ്പനിയോ അതൊക്കെ ഉണ്ട്, കമ്പനികളും ഉണ്ടാവും. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്കുള്ള കറക്റ്റ് അളവിനുള്ള, അതായത് അളവിനുള്ള സൈസിലുള്ള നിപ്പിൾ വായിക്കണം. അതായത് ഈ നിപ്പിള് എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചുള്ള ഹോളായിരിക്കും ഈ നിപ്പിളിന്റെ അറ്റത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നിപ്പിള് വാങ്ങുമ്പോൾ നമ്മളിപ്പോ ഈ ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിയിരിക്കട്ടെ, ചിലപ്പോൾ ഈ ഫീഡിംഗ് ബോട്ടിൽ എന്ന് പറയുന്ന ഒരു 12 മാസമുള്ള കുഞ്ഞിന്റെ പാകത്തിനുള്ള ഹോളായിരിക്കും ഇതിലുണ്ടാവുക. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു നിപ്പിള് വാങ്ങുക. അവരോട് പറയാ, ഇപ്പം നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ ഒരു 6 മാസം ആയിട്ടുണ്ടെങ്കിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനുള്ള നിപ്പിളാണ് നമുക്ക് വേണ്ടതെന്ന് പറയാം. അപ്പൊ നിപ്പിള് നമുക്ക് ചേഞ്ച് ചെയ്തിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പം പിന്നെ എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഫോർമുല നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, ഓരോ ഉപയോഗത്തിന് മുമ്പും നമ്മൾ നന്നായി സ്റ്റെറിലൈസ് ചെയ്യും. വൺസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി, ഇതിന്റെ ബ്രഷ് ഉണ്ട്, ഏത് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉണ്ട്. ആ ബ്രഷിന്റെ ഈ ലിങ്ക്, ഞാൻ ഈ പറയുന്ന ഈ ബോട്ടിലിന്റെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഇടാം കേട്ടോ. ബ്രഷിന്റെ ലിങ്ക് ഒക്കെ ഇടാം. ബ്രഷ് വെച്ചിട്ട് ബ്രഷിന്റെ ഒരു സെറ്റാണ്. അപ്പൊ നമ്മൾ ബോട്ടിന്റെ ഉള്ളിൽ നമ്മുടെ കൈ എത്താത്തോടത്തോളം നമുക്ക് കഴുകാൻ പറ്റും. നിപ്പിളിന്റെ ഉൾവശം നമുക്ക് അതിന് ചെറിയ ബ്രഷ് ഉണ്ട്, അത് വെച്ച് നമുക്ക് കഴുകാൻ പറ്റും. അപ്പൊ ഇത് ഓരോന്ന് മാറ്റി എടുത്ത്, ഇതിപ്പോ കണ്ടോ, ഇതിന്റെ നിപ്പിൾ ഞാൻ വരെ പുറത്തെടുത്തു, നിപ്പിൾ എടുത്തു, ഇതിന്റെ ഈ ഭാഗം എടുത്തു, ഇതും എടുത്തു. ഇത് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച്, ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമായിരിക്കണം. എന്നിട്ട് നന്നായി തിളപ്പിക്കാം. നന്നായി തിളപ്പിച്ചതിന് ശേഷം മാത്രമേ, സ്റ്റെറിലൈസ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഫോർമുല ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓരോ തവണത്തെ ഉപയോഗത്തിന് മുമ്പും നമ്മൾ നന്നായി സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഇതിപ്പോ കണ്ടോ, ഈ നിപ്പിളിന്റെ പുറത്ത് സൈസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ 2 സൈസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നല്ല, ഇവിടെ സൈസ് 2 എഴുതിയിട്ടുണ്ട്. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1 പിന്നെ അങ്ങനത്തെ സൈസ് കുറവുള്ളതുണ്ട്. ആ സൈസേ വാങ്ങാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് വേണ്ടുന്നത് 90. ഇതിപ്പോ കണ്ടോ, ഇവിടെ ml എന്നൊക്കെയുണ്ട്. ഇപ്പൊ ഇവിടെ എത്ര എഴുതി വെച്ചിരിക്കുന്നത്? ഓക്കെ, 40, 60, 80 എന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട 90 ആണ്. അപ്പൊ 80ന്റെ തൊട്ട് മുകളിൽ ഒരു വരയുണ്ട്. അപ്പൊ നമുക്ക് 90 അതാണ്. അപ്പൊ ഞാൻ ആ 90 അപ്പൊ ഇപ്പൊ നിലവിൽ എന്റെ അടുത്തുള്ള ചൂടുവെള്ളമാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാട്ടോ. നമ്മളൊരു ഫ്ലാസ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം എടുത്ത് ഒരു ദിവസത്തേക്കുള്ള ഫുള്ള് സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാനിപ്പോ 90 ml വെള്ളം ഒഴിക്കുകയാണ്. യെസ്, ഇതിപ്പോ കണ്ടോ, 90 ml വെള്ളം ഞാൻ എടുത്തു. നിങ്ങൾ കാണുന്നുണ്ടോ? 90 ml വെള്ളം ഞാൻ എടുത്തു. അതിനകത്തോട്ട് നമുക്ക് വേണ്ടുന്ന എന്താണ്? 3 സ്കൂപ്പാണ് വേണ്ടത്. ഓക്കെ, 3 സ്കൂപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കവർ ചെയ്ത് മോളോട്ട് പൊങ്ങി നിൽക്കരുത്, കറക്റ്റ് അളവിന്. അപ്പൊ ഒന്നാമത്തെ സ്കൂപ്പ് ഇട്ടു. എന്റെ ഓട്സ് പൗഡർ വെറുതെ കലങ്ങോന്ന് ആർക്കറിയാം. ഓക്കെ, ഒന്നാമത്തെ സ്കൂപ്പ് ഇട്ടു. രണ്ടാമത്തെ കണ്ട ഇങ്ങനെ പൊങ്ങി നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ നിരപ്പിനായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മളത് നമ്മളത് നിരപ്പിലാക്കി വെക്കുക. ഒട്ടും ഓവറാകാൻ പാടില്ല. ഓക്കെ, ഇതാണ് അതിന്റെ കറക്റ്റ് അളവ്. രണ്ടാമത്തതും നമ്മൾ ഇട്ടു, മൂന്നാമത്തത് നമ്മൾ ഇട്ടു. കുറയാനും പാടില്ല, കൂടാനും പാടില്ലാത്ത അവസ്ഥയെ നമ്മൾ ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ നമ്മൾ എടുത്തു. ഇതാ മൂന്നാമത്തെ എടുത്തു. ഇത് എത്രത്തോളം കലങ്ങും എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇത് ഓട്സ് പൊടി ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഫോർമുല നിലവ് നിങ്ങൾ കാണിക്കാനില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് നമ്മളിത് അടയ്ക്കുക, ഭദ്രമായി അടയ്ക്കുക. ഇതും കൂടെ വെക്കുക.
നന്നായി ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെ നന്നായി ഇതങ്ങോട്ട് ഷെയ്ക്ക് ചെയ്തോളാം. അപ്പൊ ഇത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇതെന്താ അവസ്ഥ ഇപ്പൊ അയക്കുന്നത്, എന്താ കലങ്ങിയിട്ടുണ്ട്. അപ്പൊ നന്നായി ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇത് നന്നായി കലങ്ങി വരും. നന്നായിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യണം, കാരണം അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആവണം. അപ്പൊ അങ്ങനെ മിക്സ് ആയി എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് സംഭവം നിർത്തിക്കോളുക. സംഭവം നിർത്തി നമ്മൾ നമ്മുടെ കയ്യിലോട്ട് കുഞ്ഞിന് കൊടുക്കാനാകുമ്പോൾ നമ്മളെന്തായാലും ഇതിപ്പോൾ ചാടി വരില്ല, ചാടി വരില്ല. ചില ഫീഡിംഗ് ബോട്ടിലാണ് നമ്മളിങ്ങനെ കമത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വെള്ളം നമ്മുടെ കയ്യിലോട്ട് വരും. ഇതിപ്പോൾ ചാടി വരുന്നില്ല, ഈ ഓട്സിൻ്റെ പൊടി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിലോട്ടൊന്ന് ഇരിച്ച് ഒഴിച്ച് നോക്കുക. പാകത്തിനുള്ള ചൂടാണ്, പക്ഷെ അത് നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലാസ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള പാകത്തിനുള്ള ചൂടാണല്ലോ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടല്ലേ നമ്മൾ കലക്കത്തുള്ളൂ. അപ്പോൾ അത് കുഞ്ഞിന് ഡയറക്റ്റ് കൊടുത്ത് നിർത്തേണ്ട ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെയാണ് കലക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ കുഞ്ഞിന് കൊണ്ട കൊടുക്കുക. ഒന്ന് ശ്രദ്ധിക്കുക, നിപ്പിള് കറക്റ്റ് സൈസ് ആയിരിക്കും ശ്രദ്ധിക്കുക. കാരണം കറക്റ്റ് സൈസ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ സൈസ്, കുഞ്ഞിന്റെ പ്രായത്തിനേക്കാളും വലിയ സൈസുള്ള നിപ്പിളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വായിലോട്ട് വല്ലാതെ അങ്ങോട്ട് ഓവർഫ്ലോ ആയിട്ട് കുഞ്ഞിന് തൊണ്ടയിൽ കൊടുക്കുന്ന തലയിൽ കയറിലൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ കറക്റ്റ് സൈസിലുള്ളത് മാത്രം എടുക്കുക. ഇനി സൈസ് കുറവാന്നിരിക്കട്ടെ, കറക്റ്റ് സൈസിൽ ഇപ്പൊ 2 വയസ്സ് ഒരു വയസ്സായ കുഞ്ഞിന് നമ്മളൊരു 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നിപ്പിളാണ് വാങ്ങി ഇടുന്നതെങ്കിൽ കുഞ്ഞിന് കുടിച്ചാൽ കിട്ടില്ല. കാരണം 1 വയസ്സുള്ള കുഞ്ഞ് നല്ലപോലെ കുടിക്കുമ്പം അവർക്ക് പെട്ടെന്ന് സ്പീഡിൽ കുടിക്കണം കിട്ടണം. അപ്പൊ അത് കിട്ടാണ്ടാകുമ്പോഴത്തേക്ക് എന്താ, കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്ന് പാല് കുടിക്കാൻ മടിയായിരിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് അളവിനുള്ള കറക്റ്റ് സൈസിലുള്ള ഏജിനുള്ള നിപ്പിൾ വാങ്ങിയിടാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ, നന്നായി നമ്മളൊന്ന് സാധാരണ വെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകുക, ബ്രഷ് ഇട്ടൊക്കെ നന്നായി കഴുകുക. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റെറിലൈസ് ചെയ്ത് അവിടെയും എടുത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് അടുത്ത തവണത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഫോർമുല മിൽക്കിനെ പറ്റിയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കണം, സ്പൂണിന്റെ അളവ് ഞാൻ പറഞ്ഞു, സ്കൂപ്പ് എത്ര അളവ് എടുക്കണം എന്നുള്ളത്. ഇനിയിപ്പം ഇതിപ്പോ 1-2 ആഴ്ചയുള്ള ആളുടെയാണ് 90 ml വെള്ളത്തിൽ കറക്റ്റ് ബാക്കിലുണ്ടെന്നേ. അതാ ഞാൻ പറഞ്ഞത് എളുപ്പമാണ്, ശരിക്കും പറഞ്ഞേണ്ട കാര്യമൊന്നും ഇല്ല. നമ്പർ ഓഫ് മെഷറിംഗ് സ്കൂപ്സ് എത്രയാണ്, 3 വേണം. അങ്ങനെയുള്ള 3 എന്ന് പറഞ്ഞിരിക്കുന്നതിന് 3 അളവിലുള്ളത് നമുക്ക് ഒരു ദിവസം 6 തവണ കൊടുക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്പർ ഓഫ് ഫീഡ്സ് പെർ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര തവണ അത് കൊടുക്കാം, 6 തവണ കൊടുക്കാന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ ഞാൻ 2 എടുക്കുവാന്നിരിക്കട്ടെ. ഞാൻ 2 എടുത്താലും അത് എഴുതിയിട്ടുണ്ട്. ഏജ് ഓഫ് ഇൻഫന്റ് എന്നുള്ളത് 6 മന്ത് ഉള്ള കുഞ്ഞിന് എത്ര ml വെള്ളം, അതായത് 210 ml വരെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് എടുക്കാം. ഈ പറയുന്ന അളവിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഒരാഴ്ച ഞാൻ പറഞ്ഞില്ലേ, 3rd and 4th വീക്കിലുണ്ട്, 2nd മന്ത് ഉണ്ട്, 3rd and 4th മന്തിലുണ്ട്, 5th and 6th മന്തിലുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ 210, 5th and 6th മന്തുള്ള കുഞ്ഞിന് 210 ml വെച്ച് നമുക്ക് കൊടുക്കാം. 6-7 തവണ വെച്ച് കൊടുക്കാം. അത് ഞാൻ കവർ ചെയ്ത് ഒരു പൊടിയ രീതി ഞാൻ എഴുതി വെച്ചിട്ട് ടിന്നാക്കി എടുത്തേക്കുമായിരുന്നു. അപ്പം ഇവിടെ എന്താ വെച്ചാൽ 6 മന്ത് ഉള്ള കുഞ്ഞിന് 210 ml വെള്ളം എടുക്കുക. ഫീഡിംഗ് ബോട്ടിൽ എടുക്കുക. ഞാൻ പറഞ്ഞ ഗ്ലാസിന്റെ ബോട്ടിലാണ് ഏറ്റവും നല്ലത്, നമുക്ക് കഴുകാനും എളുപ്പമാണ്. പിന്നെ ഫീഡിംഗ് ബോട്ടിൽ വാങ്ങും, BPA ഫ്രീ ആയിട്ടുള്ള മാത്രമേ വാങ്ങുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് കൊള്ളത്തില്ല. അപ്പൊ 210 ml വെള്ളം എടുത്തിട്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് നമ്പർ ഓഫ് മെഷറിംഗ് സ്കൂപ്സ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടോ, നമ്പർ ഓഫ് മെഷറിംഗ് സ്കൂപ്സ് അത് 7 ആണ്. അതായത് 210 ml 7 സ്പൂൺ ഫോർമുലയാണ് നമ്മൾ ഇടേണ്ടത്. പിന്നെ എത്ര തവണ കൊടുക്കണം, ഒരു ദിവസം എന്ന് പറയുന്നത് 5 തവണ. ഈ 210 ml വെച്ചിട്ട് 5 തവണ കുഞ്ഞും കൊടുക്കാം. പിന്നെ പറഞ്ഞത് 7 തൊട്ട് 9 മാസം വരെയുള്ളത്, പിന്നെ 10 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 210 ml തന്നെ 7 തവണ 7 സ്പൂൺ ഇട്ടാൽ മതി. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് ഒരു 3-2 തവണയെ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം അവർക്ക് ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേറെ കുറെ ഭക്ഷണങ്ങൾ കഴിക്കാനാവുമല്ലോ. പിന്നെ വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പയറി ഡേറ്റ് എഴുതി വെക്കുന്നതാ. ഈ നാൻ്റെ ഒക്കെ ഈ താഴെയാട്ടോ. ഈ ചില ഷോപ്സിലൊക്കെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫോർമുല മിൽക്ക് ആയിരിക്കാം അവിടെ ഉണ്ടായിരിക്കാം. അത് നമ്മൾ പോയി വാങ്ങാൻ നിൽക്കരുത്. അത് നമ്മൾ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കണം കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഈ ഒരു ബോട്ടിൽ വാങ്ങിയാൽ 3 ആഴ്ചക്കുള്ളിൽ ഇത് നമ്മൾ ഉപയോഗിച്ച് തീർക്കണമെന്നാണ് പറഞ്ഞത്. തീർന്നാലും തീർന്നില്ലേലും 3 ആഴ്ചക്കുള്ളിൽ നമ്മളിത് ഉപയോഗിക്കാം. മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല, കുറച്ചേ വേണ്ടുള്ളൂ. എന്നിട്ട് ബാക്കി മിച്ചമുള്ളത് നമ്മളിങ്ങനെ എന്താ പറയാ, പാൽപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ പാല് കുടിക്കത്തില്ലേ എന്ന് പറയുമ്പോൾ മുതിർന്നവർക്ക് ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലി ആൾക്കാരൊക്കെ അവരുടെ കുറുക്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും മുതിർന്നവർ കഴിച്ചാലും കുഞ്ഞുങ്ങൾക്ക് ആ പറഞ്ഞ ഡേറ്റ് വിട്ടിട്ട് അത് കുറുക്കിനകത്താണേലും ഇട്ട് കൊടുക്കരുത്. അവർ പറഞ്ഞ കറക്റ്റ് 3 ആഴ്ച കൊടുക്കുക. തീർന്നില്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. തീർന്നാൽ കുഴപ്പമില്ല, ഓക്കെ, എന്തായാലും 3 ആഴ്ച നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം എക്സ്പയറി ഡേറ്റും നോക്കുക. ഇനി കവറിലുള്ള സാധനം വാങ്ങുന്നെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ല, ആരും ഒന്നും പേടിക്കണ്ട.
അതിന്റെ സ്പൂണ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലിട്ട് വെക്കാതെ അതിന്റെ അത് മടക്കി വെച്ചിട്ട് അതിന്റെ തൊട്ട് മുകളിലായിട്ട് വെക്കുക. അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെക്കരുത് ഈ സ്പൂൺ എന്ന് പറയുന്ന സാധനം കേട്ടോ. അതിന്റെ ഈ സ്കൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ ഇട്ട് വെക്കരുത്. പിന്നെ അടച്ചുറപ്പുള്ള ടിന്നകത്തോട് നമ്മൾ ഇട്ട് വെച്ചാലും മതി. അപ്പൊ എങ്ങനെയാ ഫോർമുല മിൽക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ തന്നെയുണ്ട്. ഇത് നമ്മൾ ശരിക്കും വേറോട് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, ലൂക്ക് പാം നല്ലപോലെ തിളച്ചു മറിഞ്ഞ് വെള്ളം തണുക്കാൻ അനുവദിച്ചിട്ട് കുഞ്ഞും കൊടുക്കാനുള്ളത്. അതായത് ലൂക്ക് പാം ആയിട്ട് ഇളം ചൂടായതിനു ശേഷം ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ഫുള്ള് വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ തവണത്തേക്ക് വേണ്ടുന്ന വീട് എടുത്താൽ മതി. നന്നായിട്ട് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുക, നന്നായി തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് ഓരോ തവണ കൊടുക്കുന്നതിന് മുമ്പ് നന്നായി തിളപ്പിക്കുക, അല്ലെ കുടിച്ചു കഴിഞ്ഞ പാടെ നമ്മൾ കൊണ്ട് തിളപ്പിക്കാൻ വെച്ചേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എല്ലാം തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പൊ നിപ്പിളുടെ സൈസും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.